ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇത്തിരീസ് മീഡിയ മിക്സ്. ഇത്തിരീസ് മീഡിയ മിക്സിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ പിടി പെരളനാണ്. നമുക്ക് വീഡിയോ കാണാം. ആദ്യമായി നമുക്ക് തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകിയെടുത്തത് മിക്സിയിലേക്ക് ഇടാം, അരച്ചെടുക്കേണ്ടതാണ്. ഒരു മുറി തേങ്ങ ചിരകിയെടുത്തത്, അതിനകത്തേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ നല്ല ജീരകം, 1 സ്പൂൺ നല്ല ജീരകം, കുറച്ച് നല്ല ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മളിപ്പോൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി എന്നിവ അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ മാവ്, ഒരു ഗോതമ്പ് പൊടിയാണ്. 1 കിലോ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലൂസായി പോകരുത്. നമുക്ക് ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കിട്ടിയാൽ മതി. ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നല്ലതുപോലെ ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ മയത്തിൽ കുഴച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ പിടി പെരളന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. അതായത് ഒരു കുഞ്ഞു ഗോലിയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ സൈസ്. ഈ രീതിയിലുള്ള ഉരുളകളാക്കി മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ പിടി പെരളന് വേണ്ടിയിട്ടുള്ള പിടി റെഡിയായിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ ഉരുളകളാക്കി വേണം ഇതാക്കി എടുക്കാനായിട്ട്. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ചാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. നമുക്കിനിയിപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ മേലിൽ തട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉരുളകളാക്കി വെച്ചിരിക്കുന്നതെല്ലാം കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ പിടി പെരളന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ, അത് നമ്മൾ കുക്കറിൽ, വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനാണ് കേട്ടോ. വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ അത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് വളരെ കുറച്ച് വെള്ളം, ഓൾറെഡി ചിക്കന് വെള്ളം ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. നമ്മുടെ പിടി പെരളന്റെ പിടി ഉരുളയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ കുക്കറിൽ വേഗം വെച്ച ഒരു വിസിൽ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ വേറെ വെള്ളം വേറെ അങ്ങനെ 2 പാത്രത്തിലായിട്ട് ഊറ്റി മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ പിടി പെരളന് വേണ്ടിയിട്ടുള്ള ഉരുള റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മസാല അത്ര ചേർത്ത് എടുക്കാം. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, ഇതിലേക്ക് ഇനി 2 സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർക്കണം. സവോള നന്നായിട്ട്, എണ്ണയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇപ്പോൾ നമ്മുടെ സവോള ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി അതിനകത്തേക്ക് പുതിനയില, അതോടൊപ്പം കൊത്തമല്ലി ഇല, ഇത് രണ്ടും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. പുതിനയിലയും കൊത്തമല്ലിയിലയും ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. ഡിഫറെന്റ് ഫ്ലേവറാണ്, നല്ലതാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ പിടി പെരളന്റെ മസാലയ്ക്ക് ആവശ്യമായ സവോള തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഊറ്റി മാറ്റിയ വെള്ളം ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ ജ്യൂസ്, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ വെന്ത വെള്ളവും തക്കാളിയും സവോളയും എല്ലാം കൂടെ നല്ലതുപോലെ കലർന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആ പിടി ഉരുള ചേർത്ത് കൊടുക്കാം. പിടിയുരുള ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലതുപോലെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നല്ലതുപോലെ എല്ലാ ഭാഗവും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് മുളക് പൊടി 2.5 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി അതും 2.5 ടീസ്പൂൺ, പിന്നെ ഗരം മസാലപ്പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു കതിർപ്പ് കറിവേപ്പില കൂടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ്, അത് ഉപ്പ് നോക്കിയതിന് ശേഷം ഇടാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതോടൊപ്പം പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പിടിപ്പെരളനിൽ എല്ലാ മസാലയും അത് പിടിയും അതോടൊപ്പം ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പിടി പെരളൻ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും പിടിച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം ഒരല്പം എണ്ണ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കുറച്ച് ഡ്രൈ ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. കുറച്ച് തീ നമ്മൾ സിമ്മിലിട്ടിരുന്ന് തീ കൂട്ടിയിടണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ യമ്മിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ഇത്തിരീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അടിപൊളി ചിക്കൻ പിടി പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ പിടി പെരളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.